Hi everyone, welcome back to the English time. The best investment I ever made. പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചാപ്റ്ററാണ്. അതിലെ 2 പാരഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. ഇനി തേർഡ് പാരഗ്രാഫ്, പേജ് നമ്പർ 78. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chair. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് I again observed my fellow voyager വാച്ചിങ് മീ ഏണസ്റ്റ്ലി. എൻ്റെ ആ സഹയാത്രികൻ വീണ്ടും എന്നെ നിരീക്ഷിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫ്രം ഹിസ് ഡക്ക് ചെയർ, അയാൾ ഡക്കിലുള്ള കസേരയിൽ ഇരുന്നു കൊണ്ടാണ് എന്നെ നിരീക്ഷിക്കുന്നത്. നൗ എ ലേഡി വാസ് വിത്ത് ഹിം, ഒബ്വിയസ്ലി ഹിസ് വൈഫ്. അയാളുടെ ഭാര്യയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ അയാളുടെ കൂടെയുണ്ട്. The situation by this time had begun to intrigue me. ഇത്തവണ എൻ്റെ ആകാംക്ഷ ഒന്നുകൂടി വർദ്ധിച്ചു വന്നു. കാരണം I discovered from my steward that they were Mr. and Mrs. Jones from a small suburb of London. ലണ്ടനിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള ജോൺസും ഭാര്യയുമാണ് അതെന്ന് എൻ്റെ സ്റ്റിവാർഡ്, പരിചാരകൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. വെൻ അനദർ ഡേ പാസ്ഡ് വിത്തൗട്ട് ഇവൻറ്റ്, പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ലാതെ, സംഭവങ്ങളൊന്നും നടക്കാതെ, ഒന്നും ഇല്ലാതെ മറ്റൊരു ദിവസം കൂടിയും അങ്ങനെ കഴിഞ്ഞുപോയി. I began to feel certain that Mr. would remain too shy to carry out his obvious desire to approach me. അദ്ദേഹത്തിനിക്ക്, ആ വോയേജർക്ക് എന്നെ സമീപിച്ച് സംസാരിക്കാൻ ധൈര്യമില്ലെന്ന് എനിക്കിങ്ങനെ തോന്നി. അയാളുടെ ഭാവവ്യത്യാസമൊക്കെ കണ്ടപ്പോൾ, അയാളുടെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഹവവർ, എന്നിരുന്നാലും, on our final evening at the sea, Mrs. decided the matter. എന്നാൽ കടലിലെ ഞങ്ങളുടെ അവസാന ദിവസം അയാളുടെ ഭാര്യ ആ മാറ്ററിന് ഒരു തീരുമാനം ഉണ്ടാക്കി. എന്താ ചെയ്തത്? വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ് ആൻഡ് എ വിസ്പേർഡ് ഫ്രം ഹിസ് ഇയർ, അയാളുടെ കയ്യിൽ ബലമായി പിടിച്ച് ചെവിയിലെന്തോ മന്ത്രിച്ചു കൊടുത്തു. ഷീ ഏർജ്ഡ് ഹെർ ഹസ്ബൻഡ് ടുവാർഡ് മീ ആസ് ഐ പാസ്ഡ് അലോങ് ദ ഡെക്ക്. ഞാൻ ഡക്കിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ അയാളെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട്, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ക്ഷമിക്കണം ഡോക്ടർ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞിട്ട് ഹീ സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രീത്ത്ലെസ്ലി, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. ഇത് പറഞ്ഞപ്പോൾ, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്ന് പറഞ്ഞ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ കയ്യിലേക്ക് നീട്ടി. എന്നിട്ട് ആൻഡ് സ്റ്റഡി മൈ ഫേസ്, എന്നിട്ട് എൻ്റെ മുഖം ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ടു സീ ഇഫ് ദ നെയിം മീൻറ്റ് എനിത്തിങ് ടു മീ, ആ വിസിറ്റിംഗ് കാർഡിലുള്ള പേര് വായിക്കുമ്പം എന്തെങ്കിലും ഭാവവ്യത്യാസം വരുന്നുണ്ടോ, മുഖത്തെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നെ നോക്കിക്കൊണ്ടാണ് അയാൾ സംസാരിച്ചത്. എന്നാൽ ദെൻ ആസ് ഇറ്റ് പ്ലെയിൻലി ഡിഡ് നോട്ട്, എൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ല, സാധാ മോഡൽ തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ, ഹി വെൻ ഓൺ വിത്ത് ദ ഷെയിം അക്വാർനെസ്, ഒരു ഭാവവ്യത്യാസവും ഇല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു പരിങ്ങലോടുകൂടി എന്നോട് പറഞ്ഞു, ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് മൈ വൈഫ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. എനിക്ക് വേണ്ടി ഒരല്പം സമയം ചിലവഴിച്ചാൽ
എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അങ്ങയോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു. എ മൊമെൻറ്റ് ലേറ്റർ ഐ വാസ് ഓക്യുപ്പൈങ് ദ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം. അവർക്ക് സമീപമുള്ള ഒരു ഒഴിഞ്ഞ കസേരയിൽ ഞാനിരുന്നു. Suddenly he told me that this had been their first visit to America. ഇത് അവരുടെ ആദ്യ അമേരിക്കൻ യാത്രയാണ് എന്ന് അയാളിങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ്. ഇതൊരു ഉല്ലാസയാത്രയല്ല. ദ ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്, ഇൻസ്പെക്ടിങ് മെനി ഓഫ് ദ സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ ദ. ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള വേനൽക്കാല ഉല്ലാസ ക്യാമ്പ് അന്വേഷിച്ച് ന്യൂ ഇംഗ്ലണ്ട് അതിൻ്റെ സ്റ്റേറ്റിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു അവർ. ആഫ്റ്റർവാർഡ്സ് ദ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക്. അപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങളൊരു യാത്ര, ഒരു ഉല്ലാസയാത്ര പോവുകയൊന്നുമല്ല, ന്യൂ ഇംഗ്ലണ്ടിലെ സ്റ്റേറ്റ്സുകളിൽ വേനൽക്കാലത്ത് ഉല്ലാസ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ചെറുപ്പക്കാർക്ക്, അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആഫ്റ്റർവാർഡ് ദ ഹാഡ് വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി ദ മെത്തേഡ് എംപ്ലോയിഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ് മലാജസ് ആൻഡ് ഡിലിൻക്വൻ്റ് യൂത്ത്. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അവിടെ നടക്കുന്ന മനോരോഗികളെയും എങ്ങനെയാണ് അവിടെ ചികിത്സിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞത് പഠിക്കാൻ വേണ്ടിയാണ് അവരുടെ യാത്രയുടെ ഉദ്ദേശ്യം. അപ്പോൾ അവർ ഈ ന്യൂയോർക്കിലേക്ക് സെറ്റിൽമെൻറ്റ് ഭവനങ്ങളും മറ്റു നഗരങ്ങളും ഒക്കെ സന്ദർശിക്കുന്നത് അവിടെയുള്ള മനോരോഗികൾ, മലാജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ മനോരോഗികളാണ്, ഡിലിൻക്വൻ്റ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ യാത്രയുടെ ലക്ഷ്യം. ദർ വാസ് ഇൻ ഹിസ് വോയിസ് ആൻഡ് മാനർ, ഇൻഡീഡ് ഇൻ ഹിസ് വോൾ പേഴ്സണാലിറ്റി, എ ജെന്യുയിൻ enthusiasm ദാറ്റ് വാസ് ഡിസാമിങ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അതുപോലെ ആ മാനർ, വ്യക്തിത്വത്തിലുമെല്ലാം ആത്മാർത്ഥമായ ഉത്സാഹം നിഴലിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. എനിക്ക് അദ്ദേഹത്തോട് മുമ്പുണ്ടായിരുന്ന ആ ദേഷ്യമൊക്കെ അദ്ദേഹത്തോട് പോയി, ചെറിയ ദേഷ്യമൊക്കെ പോയി. പിന്നെ മാത്രമല്ല അദ്ദേഹത്തോടൊരു താല്പര്യം വന്നു. ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ ഐ ലേൺ ദാറ്റ് he and his wife had been active for the last 15 years in the field of youth welfare. എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹവും ഭാര്യയും കഴിഞ്ഞ 15 വർഷമായി യുവാക്കളുടെ ക്ഷേമത്തിനായി സജീവമായി പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. He was a profession, a solicitor, but in addition to his practice at the courts, found time to act as director of charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of the law. അദ്ദേഹം ഒരു പ്രൊഫഷൻ, സൊലിസിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വക്കീൽ ജോലിയുള്ള ആളാണ് അദ്ദേഹം, ഒരു അഭിഭാഷകനാണ്. അങ്ങനെ അഭിഭാഷകനായ അദ്ദേഹം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കൂടാതെ നഗരത്തിലെ തെരുവുകളിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അതിൻ്റെ മോസ്റ്റ്ലി ഫ്രം ദ സിറ്റി സ്ലംസ് ഹു ഹാഡ് ഫാളൻ അണ്ടർ ദ ബാൻ ഓഫ് ദ ലോ. ആ സംഘടനയുടെ ഒരു ഡയറക്ടറായി പ്രവർത്തിക്കാനുള്ള സമയവും അദ്ദേഹം കണ്ടെത്തിയിരുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് അതിൻ്റെ. ആസ് ഹി സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ് ഐ ഗോട്ട് എ വിവിഡ് പിക്ചർ ഓഫ് ദ വർക്ക് ദിസ് ടു പീപ്പിൾ വർ ഡൂയിങ്. ഇവ രണ്ടുപേരും ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ എനിക്ക് കിട്ടി. ഐ ലേൺ ഹൗ ദ ടുക്ക് ഡെറലിക്റ്റ് അഡോളസൻസ് ഫ്രം ദ
juvenile courts and placing them in a healthy environment. വഴി തെറ്റുന്ന കുട്ടികളെ ജുവനൈൽ കോടതിയിൽ നിന്ന് കണ്ടെത്തി ആരോഗ്യപരമായൊരു ചുറ്റുപാടിലേക്ക് അവരെ കൊണ്ടുവരികയും heal them in mind and body and send them back into the world. അങ്ങനെ അവരുടെ ആ ശരീരത്തിനും മനസ്സിനും ആശ്വാസമേകി അവരെ സാധാരണ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് മടക്കി കൊണ്ടുവരുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കി. They were given training in a useful handicraft which made them fit to take their place as worthy member of the community. ഇത്തരം കുട്ടികൾക്ക് നല്ല കൗശല വിദ്യകൾ, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന പരിശീലനം നൽകുന്നു. അങ്ങനെ അവരെ സമൂഹത്തിൽ നല്ല മൂല്യമുള്ള, സമൂഹത്തിൽ വിലയുള്ള, സ്വയം പര്യാപ്തതയുള്ളവരായി അവരെ മാറ്റുകയും ചെയ്യുന്നു. It was a work of redemption that stirred the heart, and I asked what had directed his life in this channel. ഇത് ഹൃദയസ്പർശിയായ ഒരു സൽപ്രവൃത്തിയാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിതം ഇതിനായി മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. I asked what had directed his life into this channel. ഈ ചോദ്യം കേട്ടപ്പോൾ the question had a strange effect upon him. ഈ ചോദ്യം അയാളിൽ ഒരു അസാധാരണമായ ഭാവവ്യത്യാസം ഉണ്ടാക്കി തീർത്തു. He took a sharp breath and exclaimed. എന്നിട്ടൊരു ദീർഘ നിശ്വാസമെടുത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, യു സ്റ്റിൽ ഡു നോട്ട് റിമെമ്പർ മീ? താങ്കൾക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ? ഐ ഷോക്ക് മൈ ഹെഡ്. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ് ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. മനസ്സിലായില്ല എന്ന അർത്ഥത്തിൽ ഞാനിങ്ങനെ തലകുലുക്കി. സത്യമായി ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് with you for many years, he went on under increasing stress, but I was never able to bring myself to do so. വർഷങ്ങളായി താങ്കളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം then bending near, എന്നിലേക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്നു കൊണ്ട് he spoke a few words tensely in my ear. അദ്ദേഹം എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. കുനിഞ്ഞിരുന്നു കൊണ്ട് എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. അറ്റ് ദാറ്റ്, ആ സമയം, അപ്പോൾ സ്ലോവ്ലി ദ വെയിൽസ് പാർട്ടഡ്, മൈ തോട്ട്സ് പാഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. ആ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ആ മറവിയുടെ മൂടുപടക്ക മാറി. എൻ്റെ ഓർമ്മകൾ 25 വർഷങ്ങൾ പിന്നിലേക്ക് പോയി. അവിടെ എന്നിട്ട് ഐ റിമെമ്പേർഡ് ദ സോൾ ഒക്കേഷൻ വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. ഞാനപ്പോൾ ഇതിനു മുമ്പ് ആ മനുഷ്യനെ കണ്ട സമയം ഞാനിങ്ങനെ ഓർത്തു. എവിടെയായിരുന്നത്? ഐ വാസ് എ യങ് ഡോട്ടർ അറ്റ് ദ ടൈം. ഓക്കെ, ഈ 10ാമത്തെ പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്, ഈ വ്യക്തി, നമ്മുടെ ഓതർ ഒരാളെ കാണുന്നു. അയാൾ ആദ്യത്തെ ദിവസം തന്നെ ഇദ്ദേഹത്തെ നല്ല സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അയാളോടൊരു വെറുപ്പ് തോന്നി. കുറേ ആളുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇടങ്ങേറാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നി. അങ്ങനെ അദ്ദേഹം പോയി ഭക്ഷണം കഴിക്കാൻ വരുന്നു. പിന്നെ പിറ്റേ ദിവസവും ഇവർ ശ്രദ്ധിക്കുന്നത് കാണുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന് തോന്നിക്കുന്ന ഒരാൾ കൂടെയുണ്ട്. അവർ രണ്ടുപേരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നു. ഇവർ നല്ല ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്, ഒരു വക്കീൽ കൂടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഇദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ്
ഇത്തരത്തിലുള്ള പ്രവർത്തനം ജീവിതം തന്നെ ഇതിനെ മാറ്റിവെക്കാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നമ്മുടെ ഓതറോട് പറയാണ്, നിങ്ങൾക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് ചോദിച്ച് ഇയാളുടെ ചെവിയിൽ എന്തോ കാര്യം പറയുന്നു. ആ സമയത്താണ് നമ്മുടെ ഓതറിന് ഇദ്ദേഹത്തെ എവിടെ നിന്നാണ് കണ്ടത് എന്നുള്ള ഓർമ്മകൾ വരുന്നത്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു വെരി മച്ച്.